തങ്ങളെ കറാമത്തും മഹത്തും പറഞ്ഞു മാത്രം പോയാൽ പോരാ. നമ്മളും ആ വഴിക്ക് മെല്ലെ മെല്ലെ നമ്മൾ ആ വഴിക്ക് പോകണം. എന്ത് ഖാദി, എന്ത് മൈലാര്, എന്ത് തങ്ങോ, അങ്ങനെയൊന്നും പോകണമെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ അവസാനം പോയി. ഇടോ അള്ളാഹു നമ്മളെല്ലാവരെയും, നമ്മളെ നാട്ടുകാരെയും എല്ലാവരും അള്ളാഹു കാക്കട്ടെ. നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര സിമ്പിളല്ല, വളരെ ഗൗരവമാണ് വിഷയം. ശൈത്താൻ അങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. എന്തിന് ഖാദി, എന്തിന് മൈലാരി, ഞാൻ ചെയ്ത അമലും ഞാനും എൻ്റെ അള്ളയും കൂടെ പോരെ. ഒന്നും നടക്കൂല. മഹാന്മാരെല്ലാവരും പേടിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് ഖുറത്തു സാദാത്ത് മർഹൂം അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ആമീൻ. അവർ ജീവിച്ചതും പരിശുദ്ധ ദീനിന്റെ വിഷയത്തിൽ ഒരാളെ മുമ്പിലും തലകുനിക്കാതെ വളരെ ശക്തമായി നേതൃത്വം കൊടുത്തു മഹാനായ താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ. 64 കൊല്ലം കർണാടകത്തിന്റെ മണ്ണിൽ. നിങ്ങളെ എന്നെയൊന്നും പ്രസവിച്ചിട്ടേ ഇല്ല. അപ്പോ ഈ വയസ്സന്മാര് പ്രസവിച്ചിട്ടുണ്ടാവും, കുറച്ച് താടിയെല്ലാം നിരച്ച അവരുണ്ടാവും. 64 വർഷം ഉള്ളാളത്ത് ഒരാളെ മുമ്പിലും തലകുനിക്കാതെ, ഒരാളെ മുമ്പിലും സത്യം പറയുന്നിടത്ത് ബാക്കിൽ നിൽക്കാതെ, അതിപ്പോ പറയുന്ന വേണ്ടാന്ന് വെക്കാതെ, അല്ലാഹുവിന്റെ ദീൻ കുലിൽ ഹഖ്ക വഇൻ കാന മുറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യം പറയണം. അതെത്ര കയ്പയുള്ളതാണെങ്കിലും എത്ര പ്രയാസവും ബുദ്ധിമുട്ടും നിനക്ക് മുമ്പിൽ വന്നാലും കുലിൽ ഹഖ്ക. അതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ. ഒരിക്കൽ ദർഗാ പ്രസിഡന്റിനോട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രസിഡന്റ് ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക്, എനിക്ക് പ്രസിഡന്റ് അല്ല. നിങ്ങൾ എൻ്റെ പ്രസിഡന്റാ? നിങ്ങൾ എൻ്റെ പ്രസിഡന്റാ? നിങ്ങൾ എനിക്ക് പ്രസിഡന്റ് അല്ല, ഇവിടുത്തെ നാട്ടിലെ കമ്മിറ്റിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ ഇബ്രാഹിം ഹാജി അല്ലാഹു തആല അവരെല്ലാം ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അപ്പോൾ പേടിച്ച് ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഓർക്ക് പ്രസിഡന്റ് അല്ല. അതേ നിങ്ങൾ വേറെ പ്രാവശ്യം പറഞ്ഞു, പലപ്പോഴും കേട്ടതാണ് ഞാൻ. ഞാൻ ഇവിടുത്തെ നിങ്ങളെ പണിക്കാരനാണ്, നിങ്ങൾ ശമ്പളം തരുന്നു എനിക്കല്ലേ, നിങ്ങൾ ശമ്പളം തരുന്നു, ചോറും തരുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പണിക്കാരനാണ്. അതും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ കൂട്ടാണ്ട് പോയിക്കൂടാ, ഇത് സന്നദ്ധാന സമ്മേളനത്തിന് സ്റ്റേജിലേക്ക് പോവാണ്. അപ്പോൾ ഖാദിമോട് പറഞ്ഞു, കരീമേ പ്രസിഡന്റിനെ വിളിക്കടാ. പ്രസിഡന്റിനെ വിളിക്കുക, അയാൾ വരട്ടെ, അയാൾ വന്നിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പാഞ്ഞുകൊണ്ട് വന്ന അയാൾ ഓഫീസിൽ നിന്നും വന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടാണ്ട് നമുക്ക് സ്റ്റേജിലേക്ക് പോകാൻ പറ്റും, നിങ്ങളെടുത്ത പ്രസിഡന്റ് അല്ലേ, നോക്കണം. നിങ്ങൾ നമുക്ക് ശമ്പളം തരുന്നില്ലേ മാസത്തിൽ, നിങ്ങൾ ഭക്ഷണം തരുന്നില്ലേ, നിങ്ങൾ വാ നമുക്ക് ഒന്നിച്ചു പോവാം. അങ്ങനെ എടുത്തു നിർത്തി ഒന്നിച്ച് രണ്ടാളും ഞങ്ങളെല്ലാം ബാക്കിൽ പോയി. അങ്ങനെ പറയാൻ രണ്ടും പറയാൻ ഓറെ പോലെ വേറെ ആരും കഴിയില്ല. ഞമ്മ പറഞ്ഞാൽ നമ്മൾ അഡ്രസ് ഉണ്ടാവില്ല. ഞാൻ മൈലാമാരോടും തങ്ങന്മാരോടൊക്കെ പറയലുണ്ട്, നിങ്ങാരും താജുലുമാരുണ്ടാ എന്ന് പറഞ്ഞാൽ ദീന് പറയേണ്ടതെന്നല്ല, അത് അവരുടെ ശക്തിയാണ്. അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരും പേടിക്കൂല. അതേ പരമ്പര, അതേ പാരമ്പര്യമായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദി സയ്യിദുനാ ഖൂറത്ത് തങ്ങളും. അതേ നിലപാട് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് 1 ഇഞ്ച് ബാക്കിലേക്ക് പോകില്ല. ലോകം മുഴുവനും എതിർത്ത് നിന്നാലും അതിനെല്ലാം ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് തങ്ങളെ നിലപാടിൽ, തീരുമാനത്തിൽ, സത്യത്തിൽ ഉറച്ചു നിൽക്കും. എനിക്ക് വളരെ അനുഭവമാണ്. ഒപ്പര ഖാദിയാകുന്നതിന് മുമ്പും കൂറത്ത് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ അറിയുന്ന ആളാണ്. ഒരു ജ്യേഷ്ഠാനുജന്മാരെ കുടുംബത്തെ പോലെ പെരുമാറും. ഏത് സമയത്തും ഞാൻ വിളിക്കും. ചില സമയത്ത് വിളിച്ച 1.5 മണിക്കൂറൊക്കെ സംസാരിക്കും.
നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ ഞാൻ വെക്കണോ ഫോൺ? ഇല്ല നിങ്ങളാ, ഇല്ല ബുദ്ധിമുട്ടായിട്ടില്ല, എനിക്ക് ബുദ്ധിമുട്ടായിനി, എനിക്ക് ബുദ്ധിമുട്ടായിനി, വേറെ ആൾ കാക്കുന്നുണ്ട്, എനിക്ക് ക്ലാസ് ഉണ്ട്. പക്ഷെ എന്ന് ചോദിക്കും ബുദ്ധിമുട്ടായി നിങ്ങൾക്ക്? ഇല്ല തങ്ങൾ പറയും പറഞ്ഞോളെ നിങ്ങൾ ഇത് പറയും. അല്ല, നിങ്ങളെ സംസാരത്തിൻ്റെ ഇത് കേൾക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടായ പോലെ തോന്നും, ഞാൻ മതിയാക്കണമെന്ന് തോന്നും. അങ്ങനൊക്കെ തമാശയും പറയും. ഞാൻ പറഞ്ഞു വന്നത്, ദീനിൻ്റെ വിഷയത്തിൽ നമ്മുടെ ഖാദിയായിരുന്ന തങ്ങൾ ആൾക്കൊത്തിട്ട് ജീവിച്ച ആളല്ല, പൈസക്ക് വേണ്ടി ജീവിച്ച ആളല്ല. ഒരു ഉദാഹരണം പറയാം. ബഹ്റൈനിൽ ഒരു റബീഉൽ അവ്വലിൽ ഞാനും തങ്ങളും പോകുന്നു. ബഹ്റൈൻ KCF-ൻ്റെ കമ്മിറ്റിക്കാർ വിളിച്ചതാണ് പരിപാടിക്ക്. ഞാൻ 3 ദിവസം, തങ്ങൾ 1 ദിവസം, ഒറ്റ ദിവസം. അപ്പം ഞാൻ ചോദിച്ചു, തങ്ങൾ എല്ലാവരും ഗൾഫിൽ പോയെങ്കിൽ ഒരാഴ്ചയെങ്കിലും നീട്ടി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, വിസ അങ്ങോട്ട് നീട്ടാൻ കഴിയുമെന്ന്. അപ്പോൾ തങ്ങൾ ഈ 1 ദിവസം കൊണ്ടുപോകുന്നു. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞ്, കേസിറോടാ ഇടക്ക് കിടന്നിട്ട് എന്തോ ആകാനൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് വൈകുന്നേരം അവിടെ എത്തി, രാത്രി ഫംഗ്ഷന്, മിലാദ് പ്രോഗ്രാം, സ്വബയ്ക്ക് മൂപ്പര് വന്നു. ഞാൻ 3 ദിവസം കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ആൾ എൻ്റെ ഷോപ്പിൽ കയറണം, എൻ്റെ വീട്ടിൽ കയറണം എന്ന് കാക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ പരിപാടിക്ക് വന്നതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ രാവിലെ പോകും. 3 ദിവസം നിന്നാൽ വലിയ ബക്കറ്റിൽ നിറച്ചിട്ട് പൈസ കൊണ്ടുവരാം. ഇതെൻ്റെ കണ്ണിൽ അനുഭവപ്പെട്ടത് പറയും. എന്തെല്ലാം ആൾക്കാർ പറയും, പൈസൻ്റെ ആൾ, ചക്കൻ്റെ ആൾ. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. മനുഷ്യന്മാരെല്ലാം എന്തൊക്കെ പറഞ്ഞു പോകും. നമ്മുടെ നാട്ടിൽ ചെല്ലുണ്ട്, ഈ ഭാഗത്ത് നമ്മളല്ലോ, എല്ലില്ലാതെ നാവല്ലേ, നാവിൽ എല്ലില്ല ഉണ്ടാ നോക്കിനല്ല, ബാക്കി എല്ലാത്തിലും എല്ല്, നാവിൽ എല്ലില്ല. ഇപ്പം എല്ലില്ലാത്ത നാവല്ലേ, എന്തെല്ലാം പറഞ്ഞു പോകും മനുഷ്യന്മാർ. ശരിയല്ലേ? അതൊന്നും മൂപ്പർക്ക് വിഷയമില്ല. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അവിടെ എത്തി. തമാശയെ പറയും. അങ്ങനെ നാദാപുരത്ത് ഒരാളെ അവിടെ ബഹ്റൈനിലുള്ള ഒരു വീട്ടിൽ ഭക്ഷണം, മഗ്‌രിബിൻ്റെ ശേഷം ഭക്ഷണത്തിന് പോയി. ഒരു അനുഭവം ഞാൻ പറയാം നിങ്ങളോട്, കൂടുതൽ സംസാരിക്കുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടാകുമ്പോൾ ഒരു ചെറിയ കുട്ടി, നേരെ ഇരുന്ന് അല്ലേ, അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഒരു ചെറിയ കുട്ടീനെ കൊണ്ടുവന്നു. അപ്പോൾ ഇറക്കാനും ഞാനും തങ്ങളും 2-3 വേറെ ഒരു തങ്ങളുണ്ട്, അവിടെ നിന്നുള്ളൊരു തങ്ങളുണ്ട്, വേറെ ഉസ്താദ്മാരുണ്ട്, ഒരാളുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഈ കുട്ടി സംസാരിക്കുന്നില്ല, ഈ കിടാവ് സംസാരിക്കുന്നില്ല, സംസാര ശക്തിയില്ല, ഒന്ന് തങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടീനെ കൈ പിടിച്ചിട്ട് തങ്ങളെടുത്ത് നിർത്തിയതാ, ഈ കുട്ടി സംസാരിക്കുന്നില്ല, ഞങ്ങളെ 4-5 വയസ്സായും തോന്നുന്നു. അപ്പോൾ ചിരിച്ച്, ഒരു സീരിയസ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല, ചിരിച്ചിട്ട് പറഞ്ഞു, ടൈമായിട്ടുണ്ടാവില്ല, സംസാരിക്കേണ്ടപ്പോൾ അതിൻ്റെ ടൈമാകുമ്പോൾ സംസാരിക്കും. സമയമാണല്ലേ കേസിറോടെ, അള്ള കണക്കാക്കിയൊരു സമയമുണ്ട്, ആ സമയമാകുമ്പോൾ സംസാരിക്കും. വർക്കാരന് ബേജാറാവോ ഇല്ലേ? വർക്കാരന് കൊടുന്നതിന് എൻ്റെ തങ്ങളടുത്ത് കൊടുന്നതിന് ആട്ട് അള്ളാഹു തആല നിങ്ങളെ കുട്ടിക്ക് സംസാരിക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ. ഇൻഷാ അള്ളാഹ് കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കും. ഇങ്ങനെല്ലാം പറയുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോയി, അങ്ങനെയല്ലേ? നിങ്ങൾ രോഗിനെ കൊണ്ടുപോയി തങ്ങളെടുത്ത് കൊണ്ടുവന്നു. ഇൻഷാ അള്ളാഹ് നിങ്ങൾ ദ്വാരക്ക്, തങ്ങൾ എന്താ പറയുക, നിങ്ങൾ 10 ഓത്, നിങ്ങളും ദ്വാരക്ക് ഷിഫാക്കും, നിങ്ങൾ ദ്വാരക്ക്, നിങ്ങൾക്കല്ലേ, നിങ്ങൾ ദ്വാരക്ക്. അപ്പം ഞാൻ തങ്ങളോട് പറഞ്ഞു, അല്ല നിങ്ങളെ അത് ഒന്ന് ആ കുട്ടി സംസാരിക്കുന്നിട്ട് തങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ നമ്മളെ വാശി അതെങ്ങനെ കേസിലൂടെ ഞാൻ പറയുന്ന ടൈം ആവേണ്ട സംസാരിക്കുമോ? ഇതിൽ തങ്ങൾക്കും മൊയിലാർക്ക് എന്തുമില്ല, ഇത് അള്ളാൻ്റെതാണ്. അള്ളാൻ്റെ പടപ്പിന് അള്ള സംസാരിക്കാൻ സമയം കൊടുക്കുന്നു. അത് സമയമാകുമ്പോൾ സംസാരിക്കും. പോയി തല എങ്ങനെ ആക്കി ആ പുറക്കാരൻ്റെ കൂടെ വിട്ടായി പാപ്പം, അയാൾ ഭയങ്കര ആശയിൽ കൊടുന്നു ചോറെല്ലാക്കിന് പുരയിൽ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ബേജാറാണ്ട ഇൻഷാ അല്ലാഹ്, ബേജാറാണ്ടപ്പാ. അല്ല ഉസ്താദ തങ്ങ എന്തും പറഞ്ഞില്ലല്ലേ? എന്ത് പറഞ്ഞല്ലേ തങ്ങ ടൈം ആകുമ്പോൾ സംസാരിക്കുമെന്ന് പറഞ്ഞല്ലേ?
പിന്നെ ഇത്ര ടൈമിനുള്ള സംസാരിക്കും, ഞാൻ ഏറ്റെടുത്തിന് ആ പരിപാടിൻ്റെ ആളല്ല മൂപ്പര്. നിങ്ങൾ വിചാരിക്കും വേണ്ട, അങ്ങനെ മൂപ്പർ നിൽക്കുകയില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ച് ദ്വാരന്ന് പോയി. അവിടെ പാകിസ്ഥാൻ ക്ലബ്ബ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഈ പ്രോഗ്രാം. അവിടെ പോയി എല്ലാം എത്തി, ഫാത്തിഹ വിളിച്ച് ദ്വാരന്നു. ആടെ നാട്ടിലുള്ളൊരു തങ്ങ ദ്വാരന്നു. ഞാൻ ലാസ്റ്റ് ദ്വാരക്കാണ്, കുറത്തെ തങ്ങ പറഞ്ഞു. അങ്ങനെ ഒരാൾ സ്വാഗതം പറയുന്നു, KCF-ൻ്റെ ബഹ്റൈൻ കമ്മിറ്റിൻ്റെ ഒരാൾ. സ്വാഗതം പകുതിയാകുമ്പോൾ ഈ കുട്ടിനെയും വിളിച്ചോണ്ട് ഈ കുട്ടീൻ്റെ വാപ്പ വരുന്നു, സ്റ്റേജിലേക്ക് നേരിട്ട് വരുന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അയാൾ കരയുന്നുണ്ട്. കരയുന്നെന്താ? ഈ കുട്ടി സംസാരിച്ചതിൻ്റെ സന്തോഷം കൊണ്ട് കരയാണ്. അസ്സലാമു അലൈക്കും ഉസ്താദേ, എൻ്റെ മോന് സംസാരിക്കാൻ തുടങ്ങി. സഹോദരന്മാരെ, അപ്പം ഞാൻ അൽഹംദുലില്ലാ. അപ്പോൾ ഉസ്താദൊന്നു കുട്ടീനോടും കൊണ്ട് ഞാൻ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആ കുട്ടി സലാം മടങ്ങും. സഹോദരന്മാരെ, ഞാൻ ആ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയാണ്. ഞാൻ ഉടനെ തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി. തങ്ങളെ നേരത്തെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ കുട്ടി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് നിങ്ങളെ. അപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു, മോനെ തങ്ങളുപ്പാപ്പാക്ക് സലാം പറയും. സലാം അലൈക്കും. കുട്ടി സലാം പറയും. വലൈക്കും സലാം. തല ഇങ്ങനെ തടയച്ചു. ഒരു വിഷയം ഒരു വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞ്, തങ്ങൾ നേരത്തെ പറഞ്ഞ ആ കുട്ടി അത് കേസിലൂടെ സമയമായി. അപ്പോൾ സംസാരിച്ച് ടൈമായപ്പോൾ സംസാരിച്ച്. നിങ്ങൾക്ക് വേണം കയ്യിലെന്തും ഇല്ല, തങ്ങൾക്കും മൊയിലാർക്കും കയ്യിലെന്തും ഇല്ല. കുട്ടി സംസാരിക്കേണ്ട സമയമായപ്പോൾ സംസാരിച്ചു. നിങ്ങൾക്കും എനിക്ക് കയ്യിലെന്തും ഇല്ല, മൊയിലാർക്കും തങ്ങൾക്കും കയ്യിലെന്തും ഇല്ല. പോ മോനെ പോ. ഞാൻ ആ സംഭവം 1-2 സ്ഥലത്ത് മൂപ്പർ ഇരുത്തിയിട്ടും ഇവിടെ വന്നിട്ട് പറഞ്ഞെന്നല്ലാണ്ട് മൂപ്പർ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സൂചന വരെ പറഞ്ഞിട്ടില്ല.